ഈ കുടുംബത്തിൽ ഇനി ഒരാളും കൂടി ചന്ദ്രികയുടെ വഴിക്ക് പോകരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ശ്യാമിന്റെ വിവാഹം നടത്താനുള്ള ഏർപ്പാട് ചെയ്യാൻ പോവാണ് ഞാൻ. അച്ഛൻ പറഞ്ഞത് ശരിയാ. നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് കടന്നു വരണം എത്രയും പെട്ടെന്ന്. എന്നാലേ നിനക്കൊരു മാറ്റം വരുള്ളൂ. മോളെ വേദനയുണ്ടോ? ചെറുതായിട്ട്. സാരില്ല, കുറയൂട്ടോ. നീ നല്ലയാളാ. നിന്നെ ലൈനിൽ കിട്ടാൻ വേണ്ടി ഞാൻ എത്രയോ ട്രൈ ചെയ്തതാ. വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫാ. പിന്നെ വോയിസ് മെസ്സേജ് ഇട്ടു. അത് നീ കണ്ടെന്ന് ബ്ലൂടിക്കും കണ്ടു. എന്നിട്ട് നീ പ്രതികരിച്ചില്ലല്ലോ ശ്യാമേ. നിനക്ക് എന്താ പറ്റിയത്? ചേച്ചിയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. വർഷയുടെ കാര്യം പറയണം. അവൾ അപകടത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വർഷ അപകടത്തിലാണെന്നോ? അവൾക്കെന്താ പ്രശ്നം? ഫോണിലൂടെ സംസാരിച്ചാ ശരിയാവില്ല. എനിക്ക് ഉടനെ നിന്നെ ഒന്ന് നേരി കാണണം. ഞാൻ വരും. വർഷയുടെ കാര്യമാകുമ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. എന്നാണ്, എവിടേക്കാ, എപ്പോഴാ വരേണ്ടതെന്ന് ചേച്ചി വിളിച്ച് പറഞ്ഞാൽ മതി. ശരി, വിളിക്കാം. ഫോൺ എടുക്കണം. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കരുത്. ഇല്ല ചേച്ചി, ഞാൻ എപ്പോഴും ചേച്ചിയുടെ വിളി പ്രതീക്ഷിച്ച് തന്നെ നിൽക്കാം. ശരി ചേച്ചി. എന്ത് സഹായം ചെയ്തും വർഷയെ രക്ഷിക്കാൻ ശ്യാമു വരും. വന്ദനമ്മ ഇപ്പൊ വലിയ സന്തോഷത്തിലാണല്ലോ. വന്ദനമ്മ ആരെയാ ഫോണിൽ വിളിച്ചത്? വന്ദനമ്മയ്ക്ക് സന്തോഷം കൊണ്ടുവരാൻ പോകുന്ന ഒരാളെ. അതാരാ? അതൊക്കെ ഉണ്ട്. എനിക്കറിയാം ആരാണെന്ന്. പറയട്ടെ? പറ. ജഗനങ്ങളിലല്ലേ? ദേഷ്യപ്പെടണ്ട. വന്ദനമ്മയ്ക്ക് സന്തോഷം കൊണ്ടുവരുന്ന 2 പേരേ ഉള്ളൂ. 2 പേരോ? ഒന്ന് ഞാൻ, പിന്നെ ജഗനങ്ങള്. നോക്ക് ദിയ, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പേര് പറഞ്ഞു പോരുതെന്ന്. അവളുടെ ഒരു ജഗനങ്ങള്. പാവമ്മ ജഗനങ്ങള്. ആപത്ത് സമയത്ത് രക്ഷകനെ വരുന്ന മായാവി. എട്ട് 9 5 4 8 ഒരു നമ്പറിന് പോയി. 25,000 രൂപ പോയി. സാഗറാണല്ലോ.
ഹലോ. വന്ദന പല കുഴപ്പങ്ങളും ഒപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ പറഞ്ഞില്ലേ, പല കുഴപ്പങ്ങളിലും വന്ദന ചാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവൾക്ക് യാതൊരു പ്രയോജനവുമില്ല. പക്ഷേ നഷ്ടപ്പെടുന്നതോ അവളുടെ പേരും. നിങ്ങളെപ്പോലുള്ളവർ താമസിക്കുന്ന നല്ല കുടുംബത്തിലാണ് ആ വന്ദനയും ജനിച്ചത്. വന്ദന ചാടുന്ന കുഴപ്പങ്ങൾക്ക് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും ഉത്തരം പറയേണ്ടി വരും. അവളുടെ നീക്കങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല സാഗറേ, എനിക്ക് ജോലിയുണ്ട്, പിന്നെ എനിക്ക് ഓഫീസിൽ പോകണം. എന്നിനിയും മറ്റൊന്നും ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല. പ്രകാശിന് നഷ്ടം വരാത്ത രീതിയിലുള്ള ഒരു എമൗണ്ട് ഞാൻ ഇനിയും തന്നുകൊണ്ടിരിക്കും. ഇപ്പൊ 25,000 വന്നില്ലേ? വന്നു. എങ്കിൽ വന്ദനയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്നെ വിളിച്ചറിയിക്കാൻ വേണം. അപ്പൊ ശരിയെന്നാ. നാശം. ഈ വൃത്തികെട്ടവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കല്ലേ. അനുസരിക്കാതിരിക്കാനും പറ്റുമോ? തുടർച്ചയായിട്ട് ലീവ് എടുത്താൽ ആകെയുള്ള ജോലിക്കാര്യം കുഴപ്പത്തിലാവും. പിരിച്ചുവിടാനും മടിക്കാത്ത മാനേജ്മെന്റാ. ഒടുവിൽ ജോലിയില്ല. സാഗർ തരുന്ന പണം നിലച്ചാൽ തെണ്ടിയത് തന്നെ. അർഹതയില്ലാത്ത പണത്തിൽ കണ്ണുവച്ചാൽ ആപത്തായിരിക്കും ഫലം. എന്നുവെച്ച് കാശ് പറ്റി സാഗറിനെ അനുസരിക്കാതിരുന്നാൽ അവന്റെ കൈക്കരുത്ത് അനുഭവിക്കേണ്ടി വരും. എന്തായാലും വന്ദനയുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവും. ഇവളിതെങ്ങോട്ടാ? ചതിച്ചല്ലോ. അവൾ ഓട്ടവും പിടിച്ചു. പിന്തുടരാം. വന്ദനെന്താ ഇവിടെ നിൽക്കുന്നേ? ഓട്ടോ കാത്തിരിക്കുകയാണോ? ഈ വഴി ഓട്ടോ വരുന്ന കുറവാ. എവിടേക്കാ പോകേണ്ടത്? ഞാൻ ലിഫ്റ്റ് തരാം. വേണ്ട, വെറുതെ ശല്യം ഉണ്ടാക്കാതെ ഒന്ന് പോയി തരൂ. ശരി, അപ്പോ എന്റെ സഹായം വേണ്ട അല്ലേ? വേണ്ട. then ഓക്കെ. ഇവനേതാ? ഞാൻ വാക്ക് പാലിച്ചല്ലോ, വളരെ സന്തോഷം. നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം.
ശരി. ശ്യാമിന് പഴയ ഉത്സാഹമൊന്നും കാണുന്നില്ലല്ലോ. എന്തു പറ്റി ശ്യാമേ? ഞാൻ അച്ഛൻ്റെ വീട്ടിൽ തറങ്ങില്ല ചേച്ചി. ഞാനേതോ പ്രണയബന്ധത്തിൽ പെട്ടുപോയെന്ന അച്ഛൻ്റെ സംശയം. പുറത്തന്നെ ഇറങ്ങാൻ അനുവാദമില്ല. ഒടുവിൽ അച്ഛൻ്റെ മൗനാനുവാദത്തോടെ പുറത്തിറങ്ങി. ചേച്ചിക്ക് തന്ന വാക്ക് പാലിക്കണ്ടേ? ശോമിനെ വിളിച്ചു വരുത്തി വന്ദന എന്താണാവോ സംസാരിക്കുന്നത്? മാറി നിന്ന് ജഗനും അവരെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതെന്തിനാണ്? ഇനി അവനും സാഗർ കാശ് കൊടുക്കുന്നുണ്ടോ? വർഷ അപകടത്തിലാണെന്ന് ചേച്ചി പറഞ്ഞല്ലോ. എന്താ അവളുടെ പ്രശ്നം? അവളുടെ പ്രശ്നം ഭർത്താവ് വിക്രം തന്നെയാ. അവൻ ആയുർവേദത്തിന്റെ മരുന്ന് ബിസിനസ് ഒന്നുമല്ല, കൊടും ക്രിമിനൽ അവൻ. വിവാഹ ദിവസം വർഷയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുൻപ് അവൻ മണ്ഡപം വിട്ട് ഇറങ്ങിപ്പോയില്ലേ? സംശയം തോന്നിയപ്പോ അവനറിയാതെ ഞാൻ അവനെ ഫോളോ ചെയ്തു. വിക്രം ചെന്നു കയറിയ മുറിയിൽ ഞാൻ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ഒരു ശുഭകാര്യത്തിന് മുൻപ് ഒരു കുരുതി നല്ലതാന്ന് പറഞ്ഞിട്ടാ വിക്രം കൊല്ലാൻ ആജ്ഞ കൊടുത്തത്. എല്ലാം ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വന്ദനയ്ക്ക് അവനുമായിട്ട് വല്ല സോഫ്റ്റ് കോർണറും ഉണ്ടോ? ഇനി അവർ തമ്മിൽ പ്രണയങ്ങാനും? ഇനി അതായിരിക്കോ വന്ദന എന്നെ ഒഴിവാക്കി കളയുന്നത്? കൊടും ചതിയായി പോയല്ലോ ചേച്ചി. വിക്രമിന് ഇങ്ങനൊരു മുഖമുണ്ടെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. വർഷ അവള് പാവാ. എങ്ങനെയും വർഷയെ രക്ഷിക്കണേ ശ്യാമേ. അതിന് ശ്യാമിന്റെ സഹായം വേണം. ശ്യാമല്ലാതെ മറ്റാരുമില്ല എനിക്കിപ്പോ. വർഷയെ രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും. ഞാൻ ചേച്ചിയോട് ഒപ്പം ഉണ്ടാവും. വർഷയെ രക്ഷിക്കാൻ ജീവൻ കൊടുക്കാനും ഞാൻ തയ്യാറാണ്. അവളെനിക്ക് അത്രയ്ക്ക് ജീവനയച്ചി. ഈ വിവരം തൽക്കാലം ശ്യാമ ആരോടും പറയരുത്. നമ്മൾ രണ്ടുപേരും മാത്രമേ ഇപ്പതറിയാവൂ. വിക്രമിനെ കുറിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഇതെല്ലാം പരസ്യപ്പെടുത്താവൂ. ഒന്നുകൂടി പോവാം. ഇയാളതൊരു ശല്യമായല്ലോ. ഇവിടെ ഇത്രയധികം സ്ഥലമുള്ളപ്പോ എന്തിനാ ഞങ്ങൾക്കിടയിലൂടെ തള്ളി കയറിയൊരു പോക്ക്? ഇതൊന്നും സംസ്കാരമുള്ളവർക്ക് ചേർന്ന പണിയല്ല. വാശ്യാമേ, നമുക്ക് ആ ഭാഗത്തേക്ക് മാറി നിൽക്കാം. ഒരു ശല്യങ്ങള്. എന്താണ് അവനും വന്ദനയും തമ്മിലുള്ള ബന്ധം?
2 തവണ മര്യാദ ഇല്ലാതെ കയറി ചെന്നിട്ടും അവരുടെ സംഭാഷണം വ്യക്തമായില്ല. അവർ തമ്മിൽ പ്രണയത്തിലൊന്നും അല്ലെന്ന് തോന്നുന്നു. അഥവാ ആണെങ്കിൽ അവനെ ഞാൻ തീർത്തിരിക്കും. വിക്രമിനെതിരെയുള്ള നമ്മുടെ അന്വേഷണത്തിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണം. എവിടെ നിന്ന് അന്വേഷണം തുടങ്ങണം, അതിനെക്കുറിച്ചൊരു ധാരണ വേണം. ആദ്യം ചേച്ചി വിക്രമിനോടൊന്ന് സംസാരിക്കുക. കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നും അവൻ്റെ ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നും പറയണം. ചെറുതായൊന്ന് വിരട്ടി നോക്ക്. അപ്പോൾ അവനൊരു പ്രതികരണം ഉണ്ടാവുമല്ലോ. അത് വെച്ച് വിക്രമിനെ തകർക്കാൻ എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് നോക്കാം. അതനുസരിച്ച് മുന്നോട്ട് പോവാം. എന്റെ ഫോൺ നമ്പറൊക്കെ വിക്രമിന് അറിയാം. ശ്യാമിന്റെ നമ്പരും അയാൾ പെട്ടെന്ന് കണ്ടുപിടിക്കും. അതിനിപ്പോ എന്താ ചെയ്യാ? ഒരു വഴിയുണ്ട്. വന്ദനയ്ക്ക് ഫോണൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടല്ലോ. എന്താ ഏർപ്പാടെന്ന് അറിയാനും വയ്യല്ലോ. ഒരു ഫോണൊക്കെ എടുത്തു കൊടുക്കാന്ന് വെച്ചാ പ്രണയത്തിൻ്റെ ഏർപ്പാട് വല്ലതും ആണോ? ഏയ്, അതൊന്നും അല്ല. രണ്ടുപേരുടെ മുഖഭാവം കണ്ടിട്ട് പ്രേമത്തിൻ്റെ ലാഞ്ചന പോലും കാണാനുമില്ല. ഇതാരുടെ ഫോണാ? എൻ്റെ സുഹൃത്തിൻ്റെതാ. റിപ്പയർ ചെയ്യാൻ കൊടുത്തിരുന്നത് ഞാൻ വാങ്ങി വരുന്ന വഴിയാ. അവന് തിരികെ കൊടുക്കണം. ഏതായാലും ഇപ്പോൾ ചേച്ചി ഈ ഫോണിൽ നിന്ന് വിക്രമിനെ ഒന്ന് വിളിക്കും. നന്നായിട്ടൊന്ന് വിരട്ടിക്കോ. ശ്യാമേ, അത് വേണോ? വേണം ചേച്ചി. ചേച്ചി വിളിക്കും. ഹലോ, വിക്രം കെ മേനോനല്ലേ? ആരാ? ആരാണെന്ന് ചോദിച്ചാ നിന്റെ കാല്. നീ ആരാണെന്നും നിന്റെ ബിസിനസ് എന്താണെന്നും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഇന്നുകൊണ്ട് എല്ലാം അവസാനിപ്പിച്ചേക്കണം. ഇല്ലെങ്കിൽ നിനക്ക് മൂക്ക് കയറിടും. നീ ആരാടി? പറഞ്ഞില്ലേ നിന്റെ കാലനാണെന്ന്. ഈ നിമിഷം മുതൽ മരണം നിന്നെ നിഴല് പോലെ പിന്തുടരുന്നുണ്ട്. സൂക്ഷിച്ചു. എന്നിട്ട് എല്ലാം അവസാനിപ്പിക്കാം. ആരാടി നീ? നിനക്കെന്നെ അറിയില്ല. ഹലോ, ഫോണ് കട്ടാക്കി അവള്. ഇപ്പൊ അവനെ ആലിളകി തുടങ്ങും. ആരായിരിക്കും എന്നെ വിളിച്ചതാ? എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രം ധൈര്യമുള്ള ഒരുത്തി. എന്നെ വിളിച്ച ഫോൺ കൊടുത്ത് കേട്ടോക്കാം. ഹലോ, വിക്രം കെ മേനോനല്ലേ? ആരാണെന്ന് ചോദിച്ചാ നിന്റെ കാല്. നീ ആരാണെന്നും നിന്റെ ബിസിനസ് എന്താണെന്നും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. യെസ്. എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രം ധൈര്യപ്പെട്ട ഒരുമ്പെട്ടവള് മറ്റാരുമല്ല, വന്ദനയാ. കാലനാത്രേ. കാലന് ലൈസൻസ് കൊടുക്കുന്നവനായി വിക്രം. തീക്കൊള്ളി കൊണ്ടാണ് അവൾ തലചൊറിയുന്നത്. സ്വയം കുഴി വെട്ടിയിട്ട് മരണം യാചിച്ചു വാങ്ങാൻ വന്നിരിക്കുക അവള്. അവളുടെ നിമിഷങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു.